വിശക്കുമ്പോൾ ഭക്ഷിക്കാനായി എന്തെങ്കിലും കിട്ടുമെന്നുറപ്പുള്ളവൻ അനുഭവിക്കുന്നതല്ല വിശപ്പ്. വിശന്നാലും ഭക്ഷിക്കാനായി ഒന്നുമില്ലെന്ന ഒരാളുടെ തിരിച്ചറിവാണ് യഥാർത്ഥ വിശപ്പ്. കള്ളൻ എന്ന കഥയിൽ മോഷ്ടിക്കാൻ എത്തിയ ഒരാൾ പണവും ആഭരണങ്ങളും അലമാരയിലുണ്ടായിരുന്നിട്ടും ആദ്യം എത്തിയത് അടുക്കളയിലേക്കാണ്. വിഭവസമൃദ്ധമായ അത്താഴം കഴിച്ച് കൂർക്കം വലിച്ച് അയാൾ കിടന്നുറങ്ങിപ്പോയി. വീട്ടുകാർ എത്താൻ വൈകിയതിനാൽ നാട്ടുകാരാണ് അയാളെ പിടികൂടുന്നതും അടിക്കുന്നതും. വിവരമറിഞ്ഞ് ഓടിക്കിതച്ചെത്തിയ വീട്ടുടമസ്ഥൻ കാണുന്നത് ക്ഷീണിതനായ ഒരാളെയാണ്. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, എന്തിനാണ് വന്നത്? വിശന്നിട്ടാണ്, കള്ളൻ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന വീട്ടുടമസ്ഥന്റെ ചോദ്യത്തിന് ചെറിയൊരു മൂളൽ നൽകി കള്ളൻ തലകുനിച്ചു. ഈ കള്ളനും അയാളുടെ വിശപ്പും കാലം എത്ര കഴിഞ്ഞാലും നമ്മളുടെ ഹൃദയത്തിൽ മൂളിക്കൊണ്ടിരിക്കും. ഈ ക്രിസ്മസ് നാളുകളിൽ ഇത്തിരി ശ്രദ്ധ കൊണ്ട് ചെറു വിശപ്പുകൾ അകറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അട്ടപ്പാടിയിലെ മധുവിന്റെ നിസ്സഹായവും നിഷ്കളങ്കവുമായ ആ നോട്ടത്തെ നമുക്ക് മറക്കാതിരിക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി.